Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോ കേട്ടോ. Prayer. Dear God, we thank you for this beautiful day. Please bless our classroom with wisdom and understanding. Guide our teacher and students in every step today. May our learning bring goodness to our lives. Thank you. Signing. Thought of the day. Okay, signing. A very warm good afternoon to all, the respected teacher and my dear friends. Today it is my honor to introduce our teacher, Miss Abharna ma'am. We extend a heartfelt welcome to you, ma'am. We are truly excited to learn from your guidance and experience, and we look forward to growing under your mentorship. Thank you, ma'am, and once again, a very warm welcome to you. Thought of the day. Thought of the day. Mistake increases your experience, and experience decreases your mistake. If you learn from your mistake, then others learn from your success. സോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ നീഡ്സ് ആണ് അല്ലെ? കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. എന്നാണ് ടേം എക്സാം? Saturday, ma'am. ഓക്കെ, പഠിച്ചൊക്കെ തുടങ്ങിയോ? ഓക്കെ, നീഡ്സ് എവിടെ വരെ എടുത്തു എന്നൊന്ന് പറയാമോ? Ma'am, a diagram. ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു. Explain. Yes, ma'am. ഓക്കെ, ക്യാമറ ഓൺ ആവുന്നില്ല കേട്ടോ. 1 മിനിറ്റ്, ക്യാമറയ്ക്ക് എന്തോ പ്രശ്നം. വന്നു. ഓക്കെ, ഡയഗ്രാം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. റീഡ് ചെയ്തില്ലല്ലോ ഇവിടെ നിന്നും. No, ma'am, a diagram വരയ്ക്കാനായിട്ട് മാം എടുത്തു കാണിക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഹയറാർക്കി ഓഫ് നീഡ്സ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. Hierarchy of needs. We have seen in this that children have different needs. നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നീഡ്സ് ഉണ്ട്. സം ഓഫ് ദീസ് ആർ ഫിസിയോളജിക്കൽ നീഡ്സ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അത് കുറച്ച് ഫിസിയോളജിക്കൽ നീഡ്സ് ആണ്, വിച്ച് ആർ എസെൻഷ്യൽ ടു സർവൈവ്. ഒരു കുട്ടിക്ക് സർവൈവ് ചെയ്യാനായിട്ട് റിക്വയർഡ് ആയിട്ടുള്ള നീഡ്സിനെയാണ് ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ ഓൾസോ കോൾഡ് പ്രൈമറി റിക്വയർമെന്റ്സ് അല്ലെ? നമ്മളെയും അതുപോലെ തന്നെ കുട്ടികളെ സംബന്ധിച്ചും അവരുടെ പ്രൈമറി റിക്വയർമെന്റ്സ് ആണ് ബേസിക് നീഡ്സ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് എന്നൊക്കെ പറയുന്ന ഈ ഒരു നീഡ്. ഇൻക്ലൂഡ് ദ നീഡ് ഫോർ സാറ്റിസ്ഫൈ ഹങ്ങർ, തേഴ്സ്റ്റ്, നമ്മുടെ വിശപ്പ്, ദാഹം കാര്യങ്ങളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നീഡാണ് എന്ത് ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ നീഡ്സ് എന്ന് പറയുന്നത്. ഫിസിയോളജിക്കൽ നീഡാണ് മാറിപ്പോരുത്. അപ്പൊ ബേസിക് നീഡ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് ആൻസർ? What's the basic need of a child? എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആൻസർ? Physiological needs. Primary. പ്രൈമറി നീഡ്സ്, ബേസിക് നീഡ്സ്. ഡിഫറെന്റ് നീഡ്സിൽ നമ്മൾ പറയുന്നുള്ളൂ. ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ്. When these needs are fulfilled, the child look towards satisfying her safety needs. അല്ലെ? നമ്മൾ വിശപ്പൊക്കെ മാറിക്കഴിഞ്ഞാൽ അടുത്ത നീഡിലേക്ക് നമ്മൾ വരുള്ളൂ അല്ലെ? അപ്പൊ അടുത്ത നീഡിലേക്ക് നമ്മൾ വരും, നമ്മൾ സേഫ്റ്റി നീഡ്സിലേക്ക് വരും. അപ്പോ സേഫ്റ്റി നീഡ്സ് ആണ് അടുത്ത നീഡായിട്ട് നമ്മൾ പറയുന്നത്. സേഫ്റ്റി നീഡ്സും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ലെവൽ നീഡിലേക്ക് പോകും. ദ നെക്സ്റ്റ് ഈസ് ഇൻ ഹയറാർക്കി ആർ ലവ് നീഡ്സ് സച്ച് ആസ് നീഡ് ഫോർ അഫെക്ഷൻ. പിന്നെയാണ് കുട്ടികൾ അഫെക്ഷനും ലവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നീഡിലേക്ക് വരുന്നത്. നീഡ് ഫോർ ബിലോങ്നെസ് എന്ന് നമ്മൾ പറയും. അറ്റ് ദ നെക്സ്റ്റ് ലെവൽ ദ നീഡ് ഫോർ എക്സ്റ്റീം ആൻഡ് ബിലോങ്. ഈ നെക്സ്റ്റ് ലെവലിലേക്ക് വരുമ്പോഴാണ് എക്സ്റ്റീം നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു നീഡിലേക്ക് വരുന്നത്. നമ്മൾ സക്സസ് ആവുന്നു, നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നു, നമ്മളത് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു സക്സസ് നീഡിൽ വരും. ദീസ് കോൺസ്റ്റന്റ് ദ സോഷ്യൽ ഇമോഷണൽ നീഡ്. ഇവിടെയാണ് നമ്മുടെ സോഷ്യൽ ഇമോഷണൽ നീഡ് വരുന്നത്. അറ്റ് ലാസ്റ്റ് ഒരു കുട്ടീനെ സംബന്ധിച്ച് ഒരു അവസാനത്തെ നീഡാണ്, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചാലും നമ്മുടെ ഏറ്റവും ലാസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ആരാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു ആ ഒരു നീഡിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഇതാണ്
സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു തോന്നുന്നു, ഞാൻ ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തിയിട്ടില്ല. എക്സ്റ്റീം നീഡ് വരെയും ഓക്കെയാണ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് പറ്റിയിട്ടില്ല. അപ്പോ ആൻഡ് ദ ഫൈനൽ കംസ് ദ നെക്സ്റ്റ് ഫോർ നീഡ് ഫോർ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പൊ ഫൈനൽ ആയിട്ടുള്ള നീഡിനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. എനിക്ക് നീഡ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നീഡും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. Need to achieve one's potential and do creative work, explore the environment and understand it. എന്നുവെച്ചാൽ നമ്മളുടേതായ ഒരു പൊട്ടൻഷ്യലിലേക്ക് നമ്മൾ എത്തിച്ചെല്ലുന്നു, ആ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നു, എക്സ്പ്ലോർ ദ എൻവയോൺമെന്റ്, നമ്മൾ എൻവയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാതെ മനസ്സിലാക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ നേടുന്നുണ്ട് കേട്ടോ. അപ്പൊ ചില ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ച് അത് നേടിയെടുക്കുന്നതായിരിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് ട്രാവൽ ചെയ്യുന്നതായിരിക്കും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത്. ചില ആൾക്കാർക്ക് റിസ്ക് എടുക്കുന്നതായിരിക്കും. അത് ഓരോരുത്തരുടെയും സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ആ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തുക എന്നതാണ് ഒരു വ്യക്തിയുടെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കടന്നു പോകുന്നത്. ആദ്യം ഫിസിയോളജിക്കൽ നീഡ്, അത് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ സേഫ്റ്റി നീഡ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിലോങ്നെസ് നീഡ്, ലവ് നീഡ് എന്ന് പറയും. നീഡ് ഫോർ ബിലോങ്നെസ്സിന് നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ലവ് നീഡ്. നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്, അടുത്ത എക്സ്റ്റീം നീഡ്, നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ്, ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. The diagram below shows an extract idea of hierarchy of needs. Only when needs at one level are satisfied, ഒരു ലെവലിൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രം that a child can act to satisfy the next level of the needs. ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് അടുത്ത ലെവലിലേക്ക് കുട്ടി പോവുള്ളൂ, അടുത്ത നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പോവുള്ളൂ. അന്ന് നിങ്ങൾ പഠിക്കേണ്ടത് ഇതിന്റെ ഓർഡർ പഠിക്കണം. ഓക്കെ, ആദ്യം ഫസ്റ്റ് ഏതാണ്? ആ 1, 2, 3 കിട്ടും. ഫിസിയോളജിക്കൽ നീഡാണ് ആദ്യത്തത്, ബേസിക് നീഡ്. താഴത്തുനിന്നാണ് 1, 2, 3 ഉള്ളത്. പണ്ട് നമ്മൾ മുകളിൽ നിന്ന് 1, 2, 3 ഇടൂല, അങ്ങനെയല്ല. ഫസ്റ്റ് ഫിസിയോളജിക്കൽ നീഡാണ്. നമ്പർ 10 നീഡ് ഫോർ സെക്യൂരിറ്റി 2, നീഡ് ഫോർ ബിലോങ്നെസ് 3, നീഡ് ടു ഫീൽ കോമ്പിറ്റന്റ് 4, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് 5. നമ്പർ 8 എല്ലാവരും കിട്ടോ? ഒരു ഓർഡർ പോലെ. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് നീഡ് കൺസെപ്റ്റിലേക്കാണ്. ഇവിടെ നമ്മൾ എബ്രഹാം മാസ്ലോയുടെയും ഹെൻറി മുറയുടെയും കുറച്ച് നീഡ്സിനെ കുറിച്ചിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. അപ്പോ 2 മോട്ടിവേഷനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മോട്ടിവേഷൻ കണക്റ്റഡ് ആയിട്ട് നമ്മള് നീഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തികളാണ് എബ്രഹാം മാസ്ലോയും ഹെൻറി മുറ എന്ന് പറയുന്നത്. മോട്ടിവേഷണൽ തിയറീസ് എന്ന് പറയും. മോട്ടിവേഷൻ, ഒരു വ്യക്തിക്ക് മോട്ടിവേഷൻ കിട്ടണമെങ്കിൽ അദ്ദേഹം ഏതെല്ലാം സാഹചര്യത്തിൽ എന്തെല്ലാം അച്ചീവ് ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത്. സിമ്പിൾ ആണ് കൺസെപ്റ്റ്, നോക്കാം. ക്ലോസ്ലി കണക്റ്റഡ് വിത്ത് ദ കൺസെപ്റ്റ് ഓഫ് ഡിറൈവിംഗ് ദ കൺസെപ്റ്റ് ഓഫ് നീഡ്. ഇപ്പോ നമ്മള് നോക്കുന്നത് ഡിറൈവ്സ്, എന്താണ് ഡിറൈവ്? ആഗ്രഹങ്ങള്. കൺസെപ്റ്റ് ഓഫ് നീഡും എന്താണ്? ക്ലോസ്ലി കണക്റ്റഡ് ആണ്. നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളുടെ നീഡ്സും ഏകദേശം സെയിം ആണോ? കണക്റ്റഡ് ആണോ? എന്റെ അതെ കേട്ടോ. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ് എന്റെ ഏറ്റവും വലിയ നീഡായിട്ട് പറയുന്ന സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഞാൻ ആരാകണം എന്ന് ആഗ്രഹിക്കുന്നു, അതാണ് എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. Several experiments on animals have demonstrated that needs are connected with motivation. അപ്പോ അനിമൽസിലൊക്കെ ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയതില് നമ്മൾ ഈ ഒരു എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ നീഡ്സ് മോട്ടിവേഷനായിട്ട് കണക്റ്റഡ് ആണ്. ഈ ചെറിയ എലികളിലെ പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞെലിയില്ലേ, അതില് ഈ എന്തോ ചെറിയൊരു പഠനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് ഒക്കെ നമുക്ക് യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ചാൽ ഈ മോട്ടിവേഷൻ ഒരു എന്തോ ഒരു സംഭവത്തിൽ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഏകദേശം എന്താണ് സാറ്റിസ്ഫാക്ഷൻ, എന്തൊരു ഹാപ്പിനെസ് കിട്ടുന്നു. പിന്നെ ആ ഒരു ജീവിക്ക് പിന്നെ ഫുഡോ കാര്യങ്ങളൊന്നും വേണ്ട. അങ്ങനെ ഒരുപാട് ടൈപ്സ് ഓഫ് എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് സയന്റിസ്റ്റുകൾ. അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഹ്യൂമൻ ബീങ്സിനെ സംബന്ധിച്ച്, ഇൻ ഹ്യൂമൻ ബീങ്സ് the needs are biological as well as psychological. അത് കറക്റ്റ് ആണ്. നമ്മളെ നീഡ്സ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ആസ് വെൽ ആസ് സൈക്കോളജിക്കൽ നീഡ്സ് ആണ്. ഞാൻ ഈ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്റെ മൈൻഡ് അല്ലേ, എന്താ പറയാ, എന്റെ മനസ്സിനല്ലേ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്.
അല്ലേ? നമ്മളവിടെ നമ്മളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. അല്ല, ഫുഡും കാര്യങ്ങളൊക്കെ ഓക്കെ, അത് നമ്മുടെ ബയോളജിക്കൽ നീഡാണ്. പക്ഷെ ഈ എന്താണ് നീഡ് ഫോർ സെൽഫ് എക്സ്റ്റീം, സെൽഫ് റെസ്പെക്ട്, നമുക്ക് സെൽഫ് എക്സ്റ്റീമും സെൽഫ് റെസ്പെക്ട് ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്ന നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ് തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്തൊരു എക്സാമ്പിള്, എന്നൊരു നമുക്ക് ആ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഞാൻ എന്ത് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടില് എന്താണ് എന്ന് ചോദിക്കുന്ന വരെ അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട ആ ഒരു ഭാവം അല്ലായിരുന്നു ഞാൻ ഇന്ന പ്രൊഫഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നീട് അദ്ദേഹത്തിന് കണ്ടത്. ആ സമയത്ത് എനിക്ക് സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന എന്റെ സൈക്കോളജിക്കൽ നീഡാണ്. എനിക്ക് മനസ്സിൽ നിന്നാണ് ഒരു തൃപ്തിയായത്, അല്ലെ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്? പറഞ്ഞോ? നമുക്ക് ആ ഒരു ഹാപ്പിനെസ് പറഞ്ഞില്ലേ? ഓക്കെ, ഞാൻ പറയാം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാനിവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് മുമ്പ് കുറച്ച് കഥകൾ പറയണം. അപ്പൊ എന്റെ ഫാമിലിയില് ഞങ്ങൾ 2 പെൺകുട്ടികളാണ്. ഞാൻ മൂത്താളും താഴെയുള്ളത് അനിയത്തി കുട്ടി. അപ്പോ ഞങ്ങള് പെൺകുട്ടികളെ പണ്ടത്തെ ആൾക്കാരൊരു പോയിന്റ് ഓഫ് വേ ഓഫ് തിങ്കിങ് ആയിരുന്നു പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത്. സോ എന്റെ അച്ഛനോടും ഇതിപ്പോ 10th ഒക്കെ കഴിഞ്ഞ സമയത്ത് അവളെ ഏതെങ്കിലും ഒരു കോഴ്സിന് വിട്ടാൽ അല്ലെ എന്ന് വെച്ചാൽ 3rd ഗ്രൂപ്പ് പഠിപ്പിച്ചാൽ മതി, അവളെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല, പെൺകുട്ടിനെ കല്യാണം കഴിപ്പിക്കാനുള്ളതല്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സയൻസിനോടുള്ള ഭയം കൊണ്ടും ഹ്യൂമാനിറ്റീസ് കുറെ എഴുതണം എന്നുള്ളതുകൊണ്ട് ഞാൻ കൊമേഴ്സ് സെലക്ട് ചെയ്തേ. അപ്പൊ ഞാൻ കൊമേഴ്സ് ആണ് എടുത്തത്. +1 +2 10th അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ +1 +2 അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. നല്ല അഭിമാനത്തോടു കൂടി പറയുന്നു, ഞാൻ പഠിച്ചതൊക്കെ ഗവൺമെന്റ് സ്കൂളിലാണ്. അതുകൊണ്ട് 10th നല്ല മാർക്ക്, +1 +2 നല്ല മാർക്ക്. +2 കഴിഞ്ഞപ്പോഴും ഇതേപോലെ അച്ഛന്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അവര് കുറച്ച് ഫ്രണ്ട്സ് ചില ആൾക്കാർ അവർക്ക് ആമക്കളാണ്. ആമക്കൾ സയൻസ് ഒക്കെ എടുത്ത് എഞ്ചിനീയർ ഒക്കെ ആയിട്ട് പുറത്തൊക്കെയാണ്, വെൽ സെറ്റിൽഡ് ആണ്. അവരാണ് അച്ഛൻ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തിനാ അവളെ ഇനിയിപ്പോ എന്ത് പഠിപ്പിക്കാനാ, ഇനി കല്യാണം എന്തെങ്കിലും നോക്ക് എന്ന് പറഞ്ഞു. +2 കഴിഞ്ഞിട്ടുള്ള കുട്ടി. അച്ഛൻ പറഞ്ഞു അവള് ചെറുതല്ലേ, അവള് പഠിക്കണമെങ്കിൽ പഠിക്കട്ടെ, അവള് ഡിഗ്രി ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അച്ഛൻ ഞാൻ നോക്കി, എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് BCom ആണ്. അപ്പൊ എന്റെ ഫാമിലി സിറ്റുവേഷൻ എനിക്ക് അറിയാം. കാരണം ഫാമിലിയില് അത്യാവശ്യം ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള ഫാമിലി അല്ല. അപ്പൊ അത്യാവശ്യം ഓക്കെയാണ്, മിഡിൽ ക്ലാസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കൊമേഴ്സ് നോക്കാം, അല്ല BCom നോക്കാം. അപ്പൊ എനിക്ക് നോക്കിക്കഴിഞ്ഞപ്പോ 2 കോളേജ് ഓപ്ഷൻ വന്നു. ഒന്ന് സെന്റ് സേവിയേഴ്സും, ഒന്ന് ഞങ്ങളുടെ അടുത്ത് മാലിങ്കര എന്ന് പറയും, SNM കോളേജ് മാലിങ്കര. എനിക്ക് രണ്ടും എനിക്ക് ഓക്കെയാണ്. കാരണം എനിക്ക് രണ്ടിടത്തും അഡ്മിഷൻ റെഗുലർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ സെന്റ് സേവിയേഴ്സിലേക്ക് അച്ഛൻ വിട്ടില്ല കേട്ടോ. ഇഷ്ടമായിരുന്നു സെന്റ് സേവിയേഴ്സിലേക്ക് പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കറിയില്ല, ആലുവയിലാണ്, വുമൻസ് കോളേജ് ആണ്. അപ്പൊ അച്ഛൻ പറഞ്ഞു പെൺകുട്ടികൾ മാത്രമുള്ള സ്ഥലത്ത് നീ പഠിക്കേണ്ട, കാരണം അവിടെ പഠിച്ചു ഭയങ്കര തണ്ടാവും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു SN കോളേജ് മതി, SNM കോളേജ് മതി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ മാലിങ്കരയിൽ പോയി ജോയിൻ ചെയ്തു. BCom അത്യാവശ്യം നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സായി. അത് കഴിഞ്ഞപ്പോ ഞാൻ വീട്ടിലൊന്ന് അവതരിപ്പിച്ചു, എനിക്ക് MCom ഒന്ന് ചെയ്താൽ കൊള്ളാന്നുണ്ട്, ടീച്ചിങ് ഇഷ്ടമാണ്. അപ്പൊ വീട്ടിൽ അന്ന് അത്യാവശ്യം ഫിനാൻഷ്യലി ഇത്തിരി സ്റ്റേബിൾ അല്ലായിരുന്നു. സോ ഞാൻ പ്രൈവറ്റ് ആയിട്ടാണ് MCom ചെയ്തത്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് എടുത്തു. CMA എന്ന് പറയുന്ന കോഴ്സാണ് ചെയ്തത്. CMA എന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നൊക്കെ കേട്ടിരുന്നു നിങ്ങള്? ചാർട്ടേഡ് അക്കൗണ്ടന്റ്, കോസ്റ്റ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യ, അതേപോലത്തെ ഒരു കോഴ്സാണ് CMA എന്ന് പറയുന്നത്. കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നാണ് ആ ഒരു ഇന്ത്യയാണ് ഞാൻ എടുത്തത്. ആ ഒരു പ്രൊഫഷൻ അതാണ് സെലക്ട് ചെയ്തത്. സോ BCom നല്ല മാർക്ക്, +2 നല്ല മാർക്ക്, MCom അത്യാവശ്യം നല്ല മാർക്ക്. ഇതേ പോയി ഞാൻ അവിടെ CMA പോയി. CMA എനിക്ക് ഇന്റർ കിട്ടി. ഇന്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പ് അങ്ങനെ വരും. അപ്പൊ ഇന്റർ പാസ്സായെന്ന് വെച്ചാല് അപ്പോഴേക്കും വീട്ടിൽ ഈ ഒരു അത്യാവശ്യം പെൺകുട്ടിയാണ്, ഏജ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ മാരേജിന്റെ കാര്യങ്ങളുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നു. സോ ഓട്ടോമാറ്റിക്കലി കല്യാണത്തിലേക്ക് പോയപ്പോഴും വീട്ടിലെ ആൾക്കാർക്ക് അറിയാം ഇത്രയും പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം, ഇന്റർ വരെയും പഠിപ്പിച്ചു, ഫൈനലി കിട്ടിയിട്ടില്ല. ഹാഫ് ക്വാളിഫൈഡ് ആവുമ്പോ അതിന്റെ പ്രൊഫഷണൽ ഒരു നമുക്ക് ആ ഫുൾ സാറ്റിസ്ഫാക്ഷനും കാര്യങ്ങളും കിട്ടില്ല, അല്ലെങ്കിൽ സാലറിയും കാര്യങ്ങളും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ കിട്ടില്ല. സോ എനിക്ക് ഇന്റർ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞ നാളുകളിൽ ഹസ്ബൻഡിന് ജോലിക്ക് പോകണം എന്നുള്ള ആദ്യം താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിലായിരുന്നു ലോക്ക്ഡൌൺ കഴിഞ്ഞു. പിന്നെ എനിക്ക് എക്സാം വരുന്നത് ജൂണിലാണ് എക്സാം വരുന്നത്. സോ ഞാൻ ഫസ്റ്റ് കൺസീവ് ആയി, ഡെലിവറി കഴിയുന്നത് ജൂണിലാണ്. പിന്നെ അധികം ഗ്യാപ്പില്ലാത്ത 2ാമത്തെ ആളായി. ആ സമയമായപ്പോഴേക്കും ഞാൻ ഏകദേശം എന്താ പറയാ ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് അങ്ങോട്ട് പോവാം.
അപ്പോ എനിക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണെന്ന് ഇപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രഷനിലേക്ക് പോയ സമയത്ത് ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ് കേട്ടോ. അപ്പൊ ഹസ്ബൻഡ് ഇങ്ങനെ ചോദിച്ചു, ഇപ്പൊ ഞാൻ പറഞ്ഞു കാരണം എനിക്ക് 2 കുട്ടികളും അധികം ഗ്യാപ്പില്ല, 2 years ഗ്യാപ്പുള്ളൂ. ഇവർ രണ്ടുപേരെയും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ചെറിയ ഡിപ്രഷനിലേക്ക് ഞാൻ പോവാണെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഇത്തിരി ഡിപ്രഷനോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോട് ചോദിച്ചു, ഹസ്ബൻഡ് ചോദിച്ചു, നിങ്ങൾക്ക് ഇപ്പൊ കുട്ടികളെ ഇട്ടിട്ട് പുറത്തൊന്നും പോകാനായിട്ട് പറ്റില്ല, നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പഠിപ്പിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആ സമയത്താണ് വീടിനടുത്തുള്ള ഒരു ചേച്ചി വന്നിട്ട് ചോദിക്കണേ, അവരുടെ 2 മക്കളുണ്ട്, ഒരാൾ LKG-യിലും ഒരാൾ UKG-യിലും ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്, എടുക്കാൻ പറ്റുമോ, ട്യൂഷൻ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഓക്കെ കുഴപ്പമില്ല, എന്തായാലും ആവട്ടെ, 1 മണിക്കൂറല്ലേ, ബാക്കി സമയത്ത് നമുക്ക് കുട്ടികളെ ഹസ്ബൻഡ് അടുത്ത് നമ്മുടെ അടുത്ത് എടുക്കാം എന്നുള്ള രീതിയിൽ എടുത്തു തുടങ്ങി, സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്റ്റാർട്ട് ചെയ്തു. അവര് അത്യാവശ്യം നല്ല അതുവരെ അവർക്ക് ഉണ്ടായിരുന്ന മാറ്റങ്ങളെക്കാൾ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോ കുറച്ചും കൂടെ അവർക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ എന്റെ അടുത്ത് ആ കുട്ടിയുടെ അമ്മ വന്ന് പറയും നല്ല മാറ്റമുണ്ട്, ടീച്ചേഴ്സൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടി. അപ്പൊ എനിക്ക് തോന്നി, കാരണം ഞാൻ ഇപ്പോ അക്കൗണ്ട്സ് നിങ്ങൾ വിചാരിക്കുന്നതല്ലേ, ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഫീൽഡ് നല്ല പ്രഷറുള്ള ഫീൽഡാണ്. അക്കൗണ്ട്സ് ഫീൽഡിൽ വർക്ക് ചെയ്തവർക്ക് മനസ്സിലാവും, നല്ല പ്രഷറാണ്. ഞാൻ കളമശ്ശേരിയിലാണ് വർക്ക് ചെയ്തത്, മുനിസിപ്പാലിറ്റി അക്കൗണ്ട് സെക്ഷനിലാണ് കല്യാണത്തിന് മുമ്പ് വർക്ക് ചെയ്തിരുന്നത്. മുനിസിപ്പാലിറ്റി അക്കൗണ്ട് സെക്ഷൻ നല്ല പ്രഷറെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പ്രഷറാണ്. നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന വർക്ക്, കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ നല്ല പാടാണ്. നമുക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ പോലും അത് നല്ല പാടാണ് നമുക്ക് വരുന്നത്. അപ്പോ ഞാൻ ഈ ഒരു ഫീൽഡിന് എന്തായാലും പോകണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്ത ഫീൽഡ് ടീച്ചിങ് ആയിരുന്നു. അപ്പോ ഞാൻ ടീച്ചിങ്ങിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ വരുന്നത്. അപ്പോ ഞാൻ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം എന്റെ അച്ഛന്റെ കൂട്ടുകാരനെ കണ്ടു. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ കൂട്ടുകാരനെ കണ്ടപ്പോ ആൾ ചോദിച്ചു, നീ ഇപ്പൊ എന്ത് ചെയ്യാം, പണ്ടത്തെ പോലെ കംപ്ലീറ്റ് ഒന്നും ആക്കിയില്ലല്ലോ, അങ്ങനെയല്ലേ പറയുള്ളൂ. അവരിങ്ങനെ പുസ്തകത്തോട് ചോദിച്ചു, നീ അതിന് പഠിക്കാൻ പോയിട്ട് അത് കംപ്ലീറ്റ് ആക്കിയോ? ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ ഇന്റർ വരെ പോയിട്ടുള്ളൂ. അപ്പൊ സൗമ്യയുടെ തന്നെ പറഞ്ഞു ഇന്റർ വരെ പോയിട്ടുള്ളൂ. നീ എന്ത് ചെയ്യാം? ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാണ്. ഓ എന്ത് വർക്കാ ചെയ്യുന്നേ? പുസ്തകത്തോടെ ചോദിക്കണായിട്ട്. ഞാൻ പറഞ്ഞു അവിടെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത്രയും നേരം ഞാൻ ആ ഒരു മനുഷ്യനെ കണ്ടത് എന്നോട് പുച്ഛമായിരുന്നു. പക്ഷേ ഞാൻ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യാന്ന് പറഞ്ഞ ആ നിമിഷം മുതൽ പിന്നെ അങ്ങേരെ ഞാൻ കാണുമ്പോ അങ്ങേർക്ക് എന്നോട് റെസ്പെക്ട് എനിക്ക് ഫീൽ ചെയ്തേ. കാരണം ആ ഒരു പ്രൊഫഷനോട് മറ്റുള്ളവർക്കുള്ള ഒരു റെസ്പെക്ട്. ടീച്ചറാണോ, ഓ നീ അങ്ങനത്തെ കോഴ്സ് ചെയ്തേ, ആണല്ലേ, ഓക്കെ ഇത്ര നാളായി ഇപ്പൊ വർക്ക് ചെയ്യുന്നേ. ഞാൻ പറഞ്ഞു ഇത്രയും മാസമായി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഓക്കെ എന്നുവെച്ചാൽ നമ്മളുടെ ആ ഒരു പ്രൊഫഷന് സമൂഹം തരുന്ന ഒരു റെസ്പെക്ട് ഉണ്ട്. അതാണ് എനിക്ക് അപ്പോഴാണ് ആ ഒരു സെൽഫ് എക്സ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്തത്. നമ്മളിപ്പോ അപർണ ടീച്ചർ ആണല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോ ആ ഒരു റെസ്പെക്ട് മറ്റുള്ളവരിൽ നമുക്ക് കിട്ടുമ്പോ നമുക്കൊരു ഭയങ്കര ഹാപ്പിനെസ് ആണ്. നമ്മൾ ആൾക്കൂട്ടത്തിലൊക്കെ നമ്മളിങ്ങനെ പോകുമ്പോ പുറത്തെ ഫെസ്റ്റിവൽസിനൊക്കെ പോകുന്ന സമയത്ത് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഒരാൾ വിളിക്കും. ഞാൻ ആണോ, ഓക്കെ, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം. ടീച്ചർ എന്ന് പറഞ്ഞ ഒരാൾ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് പ്രത്യേക ഒരു ഹാപ്പിനെസ് ആണ്. കാരണം ആ ഒരു പ്രൊഫഷന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോ എനിക്ക് ആ സമയത്താണ് ആ ഒരു സെൽഫ് എക്സ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റിയത്. അത് സൈക്കോളജിക്കൽ നീഡാണ്, നമ്മളുടെ മനസ്സിൽ നിന്നുള്ള ഒരു പ്രത്യേക ഒരു നീഡാണത്. സൈക്കോളജിക്കലി നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു നീഡാണ്. അപ്പോ നിങ്ങൾക്കും ചിലപ്പോ ഇതേപോലെ, ഞാനിപ്പോ എന്റെ അവസ്ഥയാണ് പറഞ്ഞത്, നിങ്ങളും റിജക്ഷനും കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടാവും. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പഠിച്ചിട്ട്, അല്ലെങ്കിൽ എന്തിനാണ് വെറുതെ വീട്ടിൽ ജോലി ചെയ്യുന്നുള്ളൂ, അത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് റിജക്ഷൻ കേട്ടിട്ടുണ്ടാവും. അപ്പോ നമ്മള് ഇതെല്ലാം കേട്ട് ഇതെല്ലാം ഫേസ് ചെയ്ത് നമ്മുടെ ഒരു കോഴ്സ് പാസ് ചെയ്ത് ചിലപ്പോ ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ചിലപ്പോൾ നിങ്ങൾക്ക് സെൽഫ് എക്സ്റ്റീം നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് നിങ്ങൾ എത്തും. അല്ലെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി നമ്മൾ ജോലി കിട്ടി, ആ ജോലിയുടെ ഫസ്റ്റ് ഡേ നമ്മൾ ആ ക്ലാസ് എടുക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അന്നായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ ഞാൻ വിഷ് ചെയ്യാണ് എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തിച്ചേരാൻ പറ്റട്ടെ എന്നുള്ളത്. ഓക്കെ, അത്രയും മനോഹരമായിട്ടുള്ള ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. നമ്മൾ ആരാകണം എന്ന് ആഗ്രഹിക്കുന്ന, നമ്മളെ എത്തിച്ചെല്ലുന്ന ഒരു നീഡാണ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഞാൻ ഇപ്പോഴും ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തിയിട്ടില്ല എന്ന്. ഞാൻ ഒരു എക്സാം ഒരു പാതിയിൽ വെച്ചിട്ട് പോന്നിട്ടുണ്ടല്ലോ. അപ്പോ എനിക്ക് ടൈം ഒക്കെ ആയി വരുമ്പോ, ഞാൻ മാനസികമായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വരുമ്പോ ആ ഒരു എക്സാം എഴുതി പാസ്സാവണം. എനിക്ക് ആ ഒരു പ്രൊഫഷനിലേക്ക് പോകണമെന്നൊന്നുമില്ല, പക്ഷെ എനിക്ക് അത് എക്സാം എഴുതി പാസ്സാവണം.
അത്രേ ഉള്ളൂ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്റെ. ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പം സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമ്മള് പ്രിപ്പയർ ചെയ്തിട്ട് കാര്യമില്ല. സാധാരണ നമ്മൾ PG-യോ എക്സ്ട്രാ PG എടുക്കുന്ന പോലെ അല്ല ഒരു എക്സാമിന്റെ ഒരു തീമും കണ്ടന്റും കാര്യങ്ങളൊക്കെ കുറച്ച് ടഫാണ്. സോ അപ്പൊ അതിന്റേതായ ഒരു ബാക്കപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സമയമാകുമ്പോൾ ഞാൻ ചെയ്യും. അപ്പൊ എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അതാണ്, അതിലേക്ക് എത്തണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ നമുക്ക് ബയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ നീഡ്സ് ആണ് ഹ്യൂമൻ ബീങ്സിനുള്ളത്. ബയോളജിക്കൽ നീഡാണ് വിശപ്പ്, അല്ലെ? ബയോളജിക്കൽ വിശപ്പ് അതിന് ദേഷ്യം വരും, അപ്പോഴേക്കും അത് അഫക്ട് ചെയ്യുന്ന. പിന്നെ എന്താണ് സേഫ്റ്റി, ഷെൽട്ടർ ഒക്കെ ബയോളജിക്കൽ നീഡ്സിലാണ് വരുന്നത്. ഞാൻ ഈ 2 പേരെ കുറിച്ച് പറയും. ഹെൻറി മുറെ, എബ്രഹാം മാസ്ലോ. ഹെൻറി മുറെ എൻവോൾവ് എ നീഡ് തിയറി. അദ്ദേഹം കുറച്ച് നീഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, കുറച്ച് ലിസ്റ്റ് ഓഫ് നീഡ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നീഡ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ നിങ്ങൾ. He suggested a long list which includes such needs as need of achievement. എബ്രഹാം മാസ്ലോ പറഞ്ഞ പോലെയല്ല ഹെൻറി മുറെ പറയുന്ന കുറച്ച് നീഡ്സുകളാണ് അദ്ദേഹം പറയുന്നത്. അച്ചീവ്മെന്റ്, എന്താണ് അച്ചീവ്മെന്റ്? നേട്ടങ്ങൾ, അല്ലെ? ഒരു വ്യക്തിക്ക് വേണ്ട നീഡ്സിൽ ആദ്യം പറയുന്നതാണ് നേട്ടങ്ങൾ. നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം. അക്വിസിഷൻ, ഏറ്റെടുക്കണം, അക്യൂർ ചെയ്യണം. ചില ക്യാരക്ടറും കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ എന്ത് ചെയ്യും? അക്യൂർ ചെയ്യും. അഫിലിയേഷൻ, അംഗീകരിക്കപ്പെടുക. നമ്മളുടെ സൊസൈറ്റിയിൽ മേ ബി ഫാമിലിയിൽ നമ്മൾ അംഗീകരിക്കപ്പെടുന്നത് അത് നമ്മളുടെ നീഡല്ലേ, നമ്മുടെ ആവശ്യമല്ലേ, നമ്മുടെ ഫാമിലിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അഗ്രഷൻ എന്ന് വെച്ചാൽ ആക്രമമാണ്. അതെന്ന് വെച്ചാല് ഞാൻ പറയാം, നമുക്ക് ബാഡ് ആയിട്ടൊരു സിറ്റുവേഷനിൽ ഒരാള് നമ്മളോട് പെരുമാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നല്ല സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമുക്ക് തിരിച്ചു പെരുമാറാതിരിക്കുക കേട്ടോ. ഇനി ഓട്ടോണമി, സ്വയം ഭരണം, അധികാരം. ചില ആൾക്കാർക്ക് അതൊരു നീഡാണ്. എല്ലാ കാര്യവും എന്റെ കൺട്രോളിലൂടെ പോകാൻ പാടുള്ളൂ, എല്ലാ കാര്യത്തിലും ഞാൻ ഫുൾ പവർ വേണം എന്നുള്ളൊരു നീഡുണ്ട്. എന്തേ പ്രീജി? ബ്രേക്ക് ആവുന്നുണ്ടാണ് വോയിസ്? ഓക്കെ. അല്ല, ചില സമയത്ത് നിങ്ങൾ അങ്ങനെ പറയാറുണ്ട്, മ്യൂട്ട് ഓൺ ആക്കുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് ചോദിച്ചാണേ. പിന്നെ എന്താ പറഞ്ഞേ? ഓട്ടോണമി, സ്വയം ഭരണം വേണം എന്നുള്ളത്. കൺസ്ട്രക്ഷൻ, നിർമ്മാണം, നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ സ്വയം ചെയ്യുക, കൺസ്ട്രക്ട് ചെയ്യുക. ഡിഫെൻസ്, പ്രതിരോധം. ഡൊമിനൻസ്, ആധിപത്യം, ഞാനാണെല്ലാം. ചില ഫാമിലിയില് അച്ഛന്മാർ അങ്ങനെ ആയിരിക്കും, ഭയങ്കര ഡൊമിനൻസ് ആയിരിക്കും, ഞാനാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചിലവർക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. പിന്നെന്താണ്? എക്സിബിഷൻ, അല്ലെ? എക്സിബിഷൻ എന്ന് വെച്ചാല് പ്രദർശനം. സുപ്പീരിയറിറ്റി എന്ന് വെച്ചാല് ചില ഹസ്ബൻഡിന് വൈഫ്, ചില ഫാമിലീസിലുള്ള പ്രശ്നമാണ് സുപ്പീരിയറിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് പറയും ഹസ്ബൻഡ് ആണ് സുപ്പീരിയർ, വൈഫ് എനിക്ക് കീഴിലാണ്. ചില ഫാമിലീസിൽ ചില ആൾക്കാർ, ചില നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ഭാര്യ നമ്മളുടെ കീഴിലാണ്, നമ്മളെക്കാൾ താഴ്ന്നതാണ് വൈഫ് എന്നുള്ളൊരു ചിന്തയാണ്, ഒരു ബാഡ് ആയിട്ടുള്ള ഒരു തോട്ടാണ് കൊള്ളില്ല. പിന്നെ സെക്സ്, എല്ലാവർക്കും റിക്വയർഡ് ആയിട്ടുള്ള ഇത്രയും ഇമോഷൻ നീഡ്സിനെ കുറിച്ചിട്ടാണ് ഹെൻറി മുറെ പറയുന്നത്. ഇൻ ദ ഒപ്പീനിയൻ ഓഫ് മുറെ, the need is hypothetical force that perform the duties of organizing, presumption, intelligence and the actions of the individuals. ഈ നീഡ് എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. ഒരു ഓർഗാനിസം, ഒരു ഇൻഡിവിജ്വലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രിസെപ്ഷൻ, ധാരണ, ഇന്റലിജൻസ്, ബുദ്ധി, അദ്ദേഹത്തിന്റെ പ്രവൃത്തി, ഇതെല്ലാം ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സ്, സാങ്കല്പികമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് നീഡ്. ശരിക്കും നീഡ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ടച്ച് ചെയ്ത് കാണിക്കാൻ പറ്റും. ഇതെന്റെ നീഡാണ്, ഇതെന്റെ നീഡാണെന്ന് പറഞ്ഞാൽ നമുക്ക് കാണിക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? കാണിക്കാൻ പറ്റില്ല. അപ്പൊ നീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സ് ആണ്, നമ്മൾ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്ത് നീഡ് എന്ന് പറയുന്നത്. നമ്മളുടെ നീഡ് ചിലപ്പോ സ്വന്തം കാലിൽ നിന്നാ മതി മിസ്സേ, വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക് ആഗ്രഹം, ഞങ്ങളുടേതായ ആവശ്യങ്ങൾക്ക് വേറൊരാളുടെ അടുത്ത് നിന്ന് കുറച്ച് പൈസ വാങ്ങിക്കാതെ സ്വന്തം കാലിൽ നിന്നാൽ മതി. ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് പേരിൽ നിന്ന്. അല്ലെങ്കിൽ എനിക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അത് എന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് വാങ്ങിച്ചാൽ മതി. പലരും പറയാറുണ്ട്. ഇതെല്ലാം ആയിരിക്കും ഓരോരുത്തരുടെ നീഡ്. ഞാനും അതേട്ടാ, ഞാനും വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിനു ശേഷമാണ് എന്റേതായ കാര്യങ്ങൾക്ക്, എന്റേതായ ഇഷ്ടങ്ങൾക്ക് കുറച്ച് പൈസയൊക്കെ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ നമുക്ക് ഹസ്ബൻഡ് ഓക്കെയാണ്, പൈസയൊക്കെ തരും, പക്ഷെ എന്നാലും ഒരു ഫീലിംഗ് ഉണ്ടാവും നമുക്ക്, നമ്മളുടെ അല്ലല്ലോ പൈസ, നമുക്ക് ചെലവാക്കുമ്പോൾ
നമ്മളുടെ പൈസയാണെങ്കിൽ നമുക്ക് ആരോടും പരാതി പറയേണ്ട കാര്യമില്ല. അപ്പോ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പൊ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സ് ആണ് നമ്മുടെ ആ ഒരു എന്താ പറയാ ആ ഒരു ധാരണയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഇന്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ഫുൾ ആക്ഷൻസ് ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഫോഴ്സ് ആണ് എന്ത് നീഡ് എന്ന് പറയുന്നത്. Unsatisfied need would approach the perspective one that would be sustained until the satisfaction had been gained. നമുക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു നീഡ് ഉണ്ടെങ്കിൽ ആ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും പ്രേരണകൾ അല്ലെങ്കിൽ പ്രവർത്തിക്കും, അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. അതാണ് അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡിന്റെ കാര്യം. നമുക്കൊരു നീഡ് കിട്ടിയില്ലെങ്കിൽ അത് അവിടെ ഉപേക്ഷിച്ച് പോലെയല്ല വേണ്ടതിനെ പോലെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, പ്രയത്നിക്കണം, വീണ്ടും ട്രൈ ചെയ്യണം. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, വീണോട് നമ്മൾ ഒരു ഓട്ടോമത്സരത്തിനെ സംബന്ധിച്ച് എന്താണ്, ഒന്ന് വീട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്തിരിഞ്ഞ് ഓടാതെ മുന്നോട്ട് വീണ്ടും എഴുന്നേറ്റ് മുന്നോട്ട് ഓടാനായിട്ട് പറ്റുന്നവർക്ക് മാത്രമുള്ളതാണ് ഈ ലോകം അല്ലെ. നമ്മൾ ഏതാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫിലിമാണ് വിക്രമാദിത്യനൊക്കെ ഏതാളും ആ ഒരു അല്ലെ അങ്ങനെയല്ല പേര് വേതാളും ഇല്ല സോറി വിക്രമാദിത്യൻ കണ്ടിട്ടുണ്ടോ നിങ്ങളത്? സോറി, അത് ആ ഒരു കഥയുടെ ഓർമ്മയിൽ പറഞ്ഞാണ്. കണ്ടിട്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു ഫിലിമാണത്. എപ്പോ കണ്ടാലും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് കണ്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു ഫിലിം. അതിൽ നമ്മൾക്കൊരു മോട്ടിവേഷൻ തരുന്നുണ്ട് അല്ലെ, തോറ്റു പോയവർക്കും ജയിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ ആ ഫിലിമിൽ. എന്താടാ കേൾക്കുന്നേ? അതല്ല, വോയിസ് കുഴപ്പമില്ല. വേറെ ആർക്കെങ്കിലും ആ പ്രശ്നമുണ്ടോ? ഇല്ലാടാ. ഇപ്പൊ മിസ്സിനെ കാണാൻ ഓക്കെ ആണോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഞാനിവിടെ പോയി, ഞാൻ ക്യാമറ ഓൺ ആണ്, ഓഫ് അല്ലാടാ? മോന്റെ റേഞ്ചിന് കട്ടായി പോകുന്നുണ്ട് ഇപ്പോൾ. സുബിക്കുണ്ടോ അങ്ങനെ? യെസ് മാം, ക്ലാസ് തുടങ്ങിയപ്പോ തൊട്ട് അങ്ങനെ ഉണ്ട്, പിന്നെ ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഞാനും പറഞ്ഞില്ല. അയ്യോ അങ്ങനെ ഉണ്ട്. വേറെ ആർക്കെങ്കിലും വോയിസ് ആദ്യം വീഡിയോ ഓക്കെ, നിങ്ങൾ വോയിസ് ഒന്ന് ഫോളോ ചെയ്യും, ഞാൻ പറയുന്ന വോയിസ് ഒന്ന് ഫോളോ ചെയ്യും. ചിലപ്പോ ചില സമയത്ത് നെറ്റ് സ്ലോ ആകുമ്പോ അങ്ങനെ വരാറുണ്ട്, ആദ്യം വോയിസ് പിന്നെ ആക്ഷൻ അങ്ങനെ വരാറുണ്ട്. ഒന്ന് കണക്ട് ചെയ്താൽ മതി, ആക്ഷൻ നോക്കണ്ട, അപ്പൊ നിങ്ങൾ വോയിസ് മാത്രം കേട്ടാൽ മതി. അപ്പൊ നമുക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ് ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, അത് ചിലപ്പോ ആ ഒരു ഏരിയയിലെ റേഞ്ചിന്റെ ആയിരിക്കും. ആ ഒരു നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമ്മൾ എബ്രഹാം മാസ്ലോന്റെ നീഡിലേക്ക് വരാണെങ്കിൽ, എബ്രഹാം മാസ്ലോ അറേഞ്ച് ദ നീഡ്സ് ഇൻ ഹൈറാർക്കി. നമ്മൾ നേരത്തെ നോക്കിയതുപോലെ എബ്രഹാം മാസ്ലോ ആണ് നീഡ് ഓഫ് ഹൈറാർക്കി തിയറി ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹമാണ് നീഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൺസെപ്റ്റിൽ അദ്ദേഹം ഈ ടോട്ടൽ 5 നീഡ്സ് ഉണ്ടല്ലോ, ഈ 5 നീഡ്സിനെ 2 നീഡ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡെഫിസിറ്റ് നീഡ്സും മറ്റൊന്ന് ഗ്രോത്ത് നീഡും. എന്താണ്? ഒന്ന് ഡെഫിസിറ്റ് നീഡ്സും മറ്റൊന്ന് ഗ്രോത്ത് നീഡും. He involves his own system of needs and classify them into deficit needs and growth needs. അപ്പൊ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ആ നീഡ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്, ഡെഫിസിറ്റ് നീഡ് ആൻഡ് ഗ്രോത്ത് നീഡ് എന്ന് പറയുന്നത്. അപ്പോ ഈ ഗ്രോത്ത് നീഡിൽ വരുന്ന ഒരേ ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഗ്രോത്ത് നീഡിൽ വരുന്ന ഓൺലി 1 നീഡ് ഗ്രോത്ത് നീഡിൽ വരുന്നുള്ളൂ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ബാക്കി എല്ലാ നീഡും എന്താണ്? ഡെഫിസിറ്റ് നീഡാണ്. ഓക്കെ, ബാക്കി എല്ലാ നീഡും എന്താണ്? ഡെഫിസിറ്റ് നീഡാണ്. അപ്പൊ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് മാത്രമാണ് ഗ്രോത്ത് നീഡിൽ വരുന്നത്. നോക്കാം. The deficit need consisted physiological requirements such as hunger, thirst, daham, vishappu. Once these needs are fulfilled, the person tried to safety needs. അപ്പോ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അടുത്ത നീഡ് ആയിട്ടുള്ള സേഫ്റ്റി നീഡിലേക്ക് പോകും.
അത് കഴിഞ്ഞിട്ട് ബിലോങ്നെസ് നീഡ്, പിന്നെ എക്സ്റ്റീം നീഡ്. ഓക്കെ, അങ്ങനെ 4 നീഡ്സ് എന്തിൽ വരുന്നതാണ്? ഡെഫിസിറ്റ് നീഡ്സിൽ വരുന്നതാണ്. എബ്രഹാം മാസ്ലോയുടെ ആദ്യത്തെ 4 നീഡ്സിന് നമ്മൾ പറയുന്ന പേരാണ് ഡെഫിസിറ്റ് നീഡ്. അണ്ടർ ദ ഗ്രോത്ത് നീഡ്, നമ്മൾ ഗ്രോത്ത് നീഡിൽ പറയുന്നത് ദർ ഈസ് ഓൺലി 1 നീഡ് സച്ച് ആസ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഗ്രോത്ത് നീഡിൽ ആകെ ഒറ്റൊരു നീഡേ ഉള്ളൂ. അതേതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഗ്രോത്ത് നീഡിൽ ആകെ ഒരു നീഡുള്ളൂ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. നോട്ട് ചെയ്യുക, ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രോത്ത് നീഡിന്റെ എക്സാമ്പിൾ ആയിട്ടോ ദ ഓൺലി നീഡ് ഇൻ ഗ്രോത്ത് നീഡിലോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാം. അപ്പൊ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് ഗ്രോത്ത് നീഡിൽ വരുന്ന ഒരു നീഡ് എന്ന് പറയുന്നത്. മാസ്ലോ as a humanist believed in individual difference and in degree of humanities. In order the order of needs begins from basic survival to higher order. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എബ്രഹാം മാസ്ലോ എന്ന് പറയുന്നത് ഒരു എന്താണ് പറയാ, ഒരു ഹ്യൂമനിസ്റ്റ് ആണ്. വ്യക്തികളെ കുറിച്ചിട്ട് നല്ല രീതിയിൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ള, മാനുഷിക നിലവാരങ്ങൾ കൂടുതൽ കൊടുക്കുന്ന, മനുഷ്യന്റെ ഇമോഷൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ നീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആദ്യം ബേസിക് നീഡ് മുതൽ ഹയർ ലെവൽ നീഡ് വരെയാണ് ഈ നീഡ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ നീഡ്സിന്റെ പേര് ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കഴിഞ്ഞ ദിവസം എഴുതിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നിങ്ങളോട്? എഴുതിയെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്താൽ മതി കേട്ടോ ഫ്രണ്ട്സിന്. അപ്പോ ആ നീഡ്സുകളുടെ പേര് കറക്റ്റ് ആയിട്ട് നമുക്ക് ഇത് പഠിക്കാനുണ്ട്. ദേ ആർ ഫിസിയോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്, ദ എക്സ്റ്റീം നീഡ് ആൻഡ് ലാസ്റ്റ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പൊ നമ്മളെ ടെസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ശരിക്കും ഇതിന്റെ ഓർഡർ ഇങ്ങനെയാണ്. ഓക്കെ, എന്തൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡാണ് ഫസ്റ്റ്, സെക്കൻഡ് നീഡാണ് സേഫ്റ്റി നീഡ്, തേർഡ് ആണ് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്, ഫോർത്ത് എക്സ്റ്റീം നീഡ്, ഫിഫ്ത്ത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഓക്കെ, അങ്ങനെ നമുക്ക് 5 നീഡ്സ് ആണ് മെയിൻലി ഉള്ളത്. ഓക്കെ, അപ്പോ ഈ ഹൈറാർക്കി ഓഫ് നീഡ്സ് ഇവിടെ വരെ ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ഒന്ന് റീഡ് ചെയ്ത് നോക്കട്ടോ.
എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ, ക്ലിയർ ആണോ ഇവരെ? ഓക്കെ, സാധാരണ നീഡ്സിൽ ഇനി ബോറടിക്കുന്ന ഒരു പോർഷനിലേക്ക് ഞാൻ കിടക്കുകയാണ്. നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെ കിടക്കാൻ വേണ്ട. ശേഷം ഡൗട്ട് തോന്നുമ്പോ അപ്പൊ ചോദിക്കാം കേട്ടോ. ഓക്കെ, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഫിസിയോളജിക്കൽ നീഡ് ഈസ് ഇൻഎവിറ്റബിൾ ഫോർ സർവൈവൽ. നമ്മള് സാറ്റിസ്ഫാക്ഷൻ എന്താണ്? ഫിസിയോളജിക്കൽ നീഡിലെ സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഒക്കെ വേണ്ടേ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആദ്യം നോക്കുന്നത് ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ്. വെൻ ദീസ് നീഡ്സ് ആർ നോട്ട് ഫുൾഫിൽഡ് ഫോർ എ ലോങ് ടൈം other needs will be retreat to the background. നമുക്ക് ഈ ഒരു നീഡ്, ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ ബാക്കി എല്ലാ നീഡ്സും അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ റിട്രീറ്റ് ചെയ്യും, വെച്ചാല് പിൻവാങ്ങും. ബാക്കി നീഡ്സിലേക്ക് ഒന്നും നമുക്ക് എത്താനായിട്ട് പറ്റില്ല. മാസ്ലോ മേക്ക് എ ഡിഫറൻസ് ബിറ്റ്വീൻ the need deprivation and need gratification. രണ്ടായിട്ട് അത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മാസ്ലോ. When a boy or girl devote of food, he or she will be motivated to something to become dominant. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് ദിവസത്തേക്ക് കുട്ടികൾക്ക്, ഒരു ആൺകുട്ടിക്കോ പെൺകുട്ടിക്കോ ഫുഡ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ അവരോടൊരു കാര്യം ചെയ്താൽ ഫുഡ് തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ ഒരു കാര്യം ചെയ്യൂലേ? കുറച്ച് ദിവസമായിട്ട് ഒരു ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, പിന്നെ കാര്യം ചെയ്യുകയാണെങ്കിൽ ഫുഡ് തരാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ ഒരു കാര്യം ചെയ്യും അല്ലെ? ഇന്ന് സമൂഹം ചെയ്യുന്ന ഒരുപാടുള്ള പ്രവൃത്തി, അല്ലെങ്കിൽ എന്താ പറയാ, ട്രാഫിക്കിങ്ങിലൊക്കെ വരുന്നത് ഈ ഒരു സ്റ്റേജ് ആണ്. ഹ്യൂമൻ ട്രാഫിക്കിങ് കാര്യങ്ങളൊക്കെ വരുമ്പോ നമ്മൾ കാണുന്നത് ഇങ്ങനെയുള്ള പ്രവൃത്തികളാണ്. ആസ് ചിൽഡ്രൻ ഡു നോട്ട് നോ ദ മെത്തേഡ് ഓഫ് ഹൗ ടു പ്രൊട്ടക്ട് ദംസെൽഫ്. കുട്ടികൾക്ക് അറിയില്ല അവരെങ്ങനെയാണ് സ്വയം പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഏത് മെത്തേഡിലൂടെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. സോ ദേ മസ്റ്റ് ബി പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ്. നമ്മള് കുട്ടികളെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മളുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്, നമ്മുടെ സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് കൂടാതെ നിങ്ങൾ എല്ലാവരും മോണ്ടിസോറി ഫെസിലിറ്റേഴ്സ് ആവേണ്ട കുട്ടികളാണ്. സോ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ് നമ്മുടെ കുട്ടികളെ നമ്മളൊപ്പം ചേർത്ത് നിർത്തുക എന്നുള്ളത്. ഫ്രം ഈവിൾ ഫോഴ്സ്, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ ഈവിൾ ഫോഴ്സിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഓക്കെ, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ഡെവലപ്മെന്റ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അപ്പൊ ഈ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു വ്യക്തിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നീഡാണ്. സോഷ്യലൈസേഷനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു നീഡാണ്. Children who have been devoted of love frequently develop symptom of maladjustment. ഒരു കുട്ടിക്ക് ഒരുപാട് നാളത്തേക്ക് സ്നേഹവും കെയറും അഫെക്ഷനും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വരില്ലേ? മാലഡ്ജസ്റ്റ്മെന്റ് കാണിക്കില്ലേ? അവന് പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല. The need for love and affection emerge during infancy. എപ്പോ മുതൽ തുടങ്ങുന്ന നീഡാണെന്ന് അറിയാവോ ഈ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നത്? അവർ ഇൻഫന്റ് ആകില്ലേ, ആ ഒരു ടൈം മുതൽ നമ്മൾ കുട്ടികളെ സ്നേഹത്തോടു കൂടി കെയറോട് കൂടി തന്നെ ട്രീറ്റ് ചെയ്യണം. പിന്നെ വലുതായിട്ട് പിന്നെ നമ്മൾ അവരോട് സ്നേഹം കാണിച്ചിട്ട് കാര്യമില്ല. ചെറുപ്പം മുതൽ നമ്മൾ പറയുന്ന ആ ഒരു ഗോൾഡൻ ഇയേഴ്സ് ഓഫ് ഏജ് 0 to 7 years നമ്മൾ നല്ല രീതിയിൽ സ്നേഹവും അഫെക്ഷനും കൊടുത്ത് തന്നെ കുട്ടികളെ വളർത്തണം. When affectionate relations are established, they become the powerful force of motivation. നമ്മൾ പാരന്റ്സ് ആയിട്ടുള്ള ഒരു അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് കുട്ടികളെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിട്ടും പവർഫുൾ ഫോഴ്സ് ആണ്, അവരെ മോട്ടിവേഷന് വേണ്ട പവർഫുൾ ഫോഴ്സ് ആണ് ഇത്. എനിക്ക് എന്നെ സംബന്ധിച്ച്, ഞാൻ മൂത്ത കുട്ടിയാണ്, എന്റെ ഒരു സ്ട്രോങ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ട്രോങ് പോയിന്റ് എന്റെ അച്ഛനാണ്. കാരണം വെച്ചാല് നല്ല സപ്പോർട്ടാണ് ആള്. ഏത് കാര്യത്തിലും സപ്പോർട്ട്, മോട്ടിവേഷൻ ഒക്കെയാണ്. ഇത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് അച്ഛൻ. ഇതിനിപ്പോ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അച്ഛനോട് അഭിപ്രായം ചോദിക്കുകയാണെങ്കിൽ അച്ഛൻ പറയും അച്ഛൻ ഓക്കെയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഞാൻ കൊമേഴ്സ് ഫീൽഡിൽ നിന്ന് ടീച്ചിങ് ഫീൽഡിലേക്ക് പോവാണെന്നുള്ളത് ഞാൻ അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എനിക്ക് ഇപ്പൊ അക്കൗണ്ട്സിനേക്കാൾ കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ കൊമേഴ്സ് ഫീൽഡിനേക്കാൾ കൂടുതൽ താല്പര്യം എനിക്ക് ഇങ്ങനെ ടീച്ചിങ്ങിലേക്കാണെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛൻ പറഞ്ഞു നിനക്ക് അതിനാണോ താല്പര്യം എന്ന് നീ
ആ ഒരു ഫീൽഡിലേക്ക് പൊക്കോ എന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ എന്റെ അമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ പറയണത് ഇത്രയും പഠിച്ചതല്ലേ നീ ഇതിന് ആ ഒരു ഫീൽഡിലേക്ക് പോകുന്നേ. നമ്മള് ഇപ്പൊ നിങ്ങള് ടീച്ചിങ് ഫീൽഡിലേക്ക് വരുമ്പോൾ സാലറി കമ്പാരിറ്റീവ്ലി ലോ ആയിരിക്കും. ആദ്യം ബേസിക് ആയിട്ടുള്ള ഇയേഴ്സ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് കാരണം വരെ നമുക്ക് സാലറി വളരെ കുറവായിരിക്കും. എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി നല്ല എമൗണ്ട് സാലറി ഉണ്ടാവും. അപ്പോ കുറച്ച് കമ്പയർ ടു അക്കൗണ്ട്സ് ഫീൽഡ് കമ്പയർ ചെയ്യുമ്പോൾ ടീച്ചിങ് ഫീൽഡിൽ സാലറി കുറവാണ്. അപ്പൊ അമ്മ പറയും അക്കൗണ്ട്സ് ആണ് നല്ലത്, ഈ ഒരു ഫീൽഡ് അത്ര സാലറിയും കാര്യങ്ങളൊന്നും ഇല്ല, നീ ആ ഒരു ഫീൽഡ് ആയിരിക്കും കുറച്ചുകൂടി നിനക്ക് നല്ലതെന്നൊക്കെ അമ്മ പറയും. പക്ഷെ അച്ഛൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് ഏതാണ് ഇഷ്ടം അത് ചെയ്താൽ മതി, നിന്നെ ആരും ഇവിടെ നിർബന്ധിച്ച് ഇന്നത് ചെയ്യണമെന്ന് പറയില്ല എന്ന് പറയും. അപ്പൊ നമുക്ക് ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടിവേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പുകൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് ഇൻഫൻസി എന്ന് പറയുന്നത്. എന്നുവെച്ചാല് ഞാൻ ഇത് എന്റെ ലൈഫിൽ ഞാൻ പറയുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അവർ അച്ഛനെയും അമ്മയുടെയും പെർമിഷൻ ഒക്കെ വാങ്ങിച്ചിട്ടാ പോവാട്ടോ. ഞാൻ പക്ഷെ പോയി വന്നിട്ടായിരിക്കും എന്റെ അച്ഛനോടും അമ്മയോട് പറയണേ, അച്ഛൻ ഞാൻ ഇവിടെ പോയിട്ടുണ്ട് കേട്ടോ, നോർമലാണ്. അപ്പോ എന്റെ ഫ്രണ്ട്സ് പറയും എനിക്ക് അച്ഛൻ്റെ അടുത്ത് ഇത്രയും കൂളായിട്ട് സംസാരിക്കുന്നു. അപ്പൊ ഞാൻ പറയും അച്ഛൻ അങ്ങനെയാണ്, അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. നോട്ട് ഒരു കാര്യം ഹൈഡ് ചെയ്യാതിരുന്നാൽ മതി, നമ്മള് ഒന്നും മറച്ചു വെക്കുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഓക്കെയാണ്. സോ ഒരു നല്ലൊരു അഫെക്ഷനേറ്റ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമുക്കത്. A teacher who is warm-hearted is always liked by students. നല്ല സ്നേഹമുള്ള ടീച്ചേഴ്സിനെ ആയിരിക്കില്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലെ? നമ്മളെ ഭയങ്കര കെയർ ആയിട്ട് സ്നേഹമായിട്ടൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ടീച്ചറിനായിരിക്കും നമുക്ക് ഇഷ്ടം അല്ലെ? ഓക്കെ, ഞാൻ ടീച്ചർ ആവാനായിട്ട് ശ്രമിക്കാറുണ്ട്. നിങ്ങളും അതേപോലെ തന്നെ നല്ല സ്നേഹത്തോടു കൂടി നമ്മുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ നല്ല സ്നേഹത്തോടു കൂടി നമ്മുടെ കുട്ടികൾ എങ്ങനെയാണോ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാം. The need emphasize on the need for identification with group lies. ഇല്ലെങ്കിൽ കുട്ടികൾ കള്ളം പറയുകയൊക്കെ ചെയ്യും. ചില കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് കള്ളമൊക്കെ പറയും, അതിന്റെ ഒന്നും ആവശ്യമില്ല. The formation of the society is based on belongingness and love need. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് പരസ്പര സ്നേഹവും വിശ്വാസത്തിന്റെയും പുറത്താണ് ഒരു സൊസൈറ്റി ഫോം ചെയ്യണത് അല്ലേ? എന്നാൽ മാത്രമാണ് ആ ഒരു സൊസൈറ്റി നല്ല കറേജസ് ആയിട്ടുള്ള നല്ല കുട്ടികളെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും. നല്ല സപ്പോർട്ട്, നല്ല മക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വാർത്തെടുക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. ആ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്തേ. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് 2 types of extreme needs കുറിച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്.
The two types of esteem needs are self-esteems, like self-respect and self-regard. ആത്മാഭിമാനം, അതേപോലെ തന്നെ സെൽഫ് റെസ്പെക്ട് നമ്മൾ കേട്ടിട്ടുള്ളതാണല്ലേ. റിലേഷൻ ടു സെൽഫ്, നമ്മൾ സ്വയം അഭിമാനം അല്ലെങ്കിൽ സ്വയം റെസ്പെക്ട് കാര്യങ്ങളൊക്കെ നമ്മള് എന്റെ ഒരു പോളിസിയാണ് ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് ആൻഡ് ഗീവ് റെസ്പെക്ട്. എന്നെ ആരാണോ റെസ്പെക്ട് ചെയ്യുന്നത് അവരെ മാത്രമേ ഞാൻ റെസ്പെക്ട് ചെയ്യുള്ളൂ. എന്നെ ആരൊക്കെ റെസ്പെക്ട് ചെയ്യുന്നോ അവരെ മാത്രമേ ഞാൻ റെസ്പെക്ട് ചെയ്യുള്ളൂ. എന്നെ റെസ്പെക്ട് ചെയ്തില്ലേ സോ ഞാൻ അവരെല്ലാം എന്താണോ അവരെങ്ങനെയാണോ എന്നോട് ട്രീറ്റ് ചെയ്യുന്നത് അതേ രീതിയിൽ തിരിച്ചു കൊടുക്കും. ജസ്റ്റ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഓക്കെ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെയാണ്. എന്നോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതേപോലെ തന്നെയായിരിക്കും ഞാൻ തിരിച്ചും പെരുമാറുന്നത്. Then there are needs pertaining to respect from others, such as reputation. നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഒരു എന്താണ് റെസ്പെക്ട് കിട്ടുന്ന ഒരു കുറച്ച് നീഡ്സിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. റെപ്യൂട്ടേഷൻ, നമ്മളിപ്പോ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ ജസ്റ്റ് ഈ ഇടയ്ക്കായിരുന്നല്ലോ IAS ഒക്കെ റിസൾട്ട് വന്നത്. IAS കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം റെപ്യൂട്ടഡ് പൊസിഷനിലൊക്കെ വരുമ്പോൾ നമ്മുടെ സ്റ്റാറ്റസ്, സക്സസ്, ഫ്രെയിം ഒക്കെ ഈ ഒരു റെസ്പെക്ട് നമുക്ക് കൂട്ടാനായിട്ട് കാരണമാകും അല്ലെ. The need for status and prestige is present in every individual. എല്ലാവർക്കും ഇല്ല എന്ന് പറഞ്ഞാലും എല്ലാവരും മനസ്സിലുണ്ട് ഈ സ്റ്റാറ്റസും പ്രസ്റ്റീജും ഒക്കെ. എല്ലാ ഇൻഡിവിജ്വലിന്റെ ഉള്ളിലുണ്ട് ഈ സ്റ്റാറ്റസും പ്രസ്റ്റീജും എന്നൊക്കെ പറയുന്ന ഒരു നീഡ്. Another type of esteem need is feeling of superior to others. മറ്റൊരു നീഡാണ്, എനിക്ക് ഇഷ്ടമല്ലാത്തൊരു നീഡാണ് superior to others. മറ്റുള്ളവരെക്കാൾ ഞാൻ superior ആണ് എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് ഇഷ്ടമല്ല. കാരണം അങ്ങനെ ഒരു നീഡിന്റെ ആവശ്യമില്ല. ഇഷ്ടമല്ല എന്നാ പറഞ്ഞത്. ചിക്കു എന്ത് പറ്റി അറിയാതെ വന്നതാ? ഓക്കെ. സ്റ്റാറ്റസും പ്രസ്റ്റീജും ഒക്കെ എല്ലാവർക്കും അത്യാവശ്യം ഇഷ്ടമുള്ളതാണ്. സ്റ്റാറ്റസ് ഉണ്ടാവണം, സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് ഉണ്ടാവണം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ നിങ്ങളെക്കാൾ സുപ്പീരിയർ ആണ് എന്ന് ചില ആൾക്കാർ കാണിക്കും. അതെനിക്ക് ഇഷ്ടമല്ല. ഇപ്പോ ചില ആൾക്കാർ അവരുടെ സാലറി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും. എനിക്ക് ചില ആൾക്കാർ പറയുന്നതാണ്, ഞാൻ പറയാം, എനിക്ക് ഇത്രയും എമൗണ്ട് ഓഫ് സാലറി ഉണ്ട്, സോ എനിക്ക് എന്ത് വേണമെങ്കിലും ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് അവർ ഒരു നമ്മളെക്കാൾ വലുതാണെന്നൊക്കെ ഇങ്ങനെ ആക്കി തീർക്കാൻ നോക്കുന്നു. അതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. മറ്റുള്ളവരെക്കാൾ സുപ്പീരിയർ ആണെന്നുള്ള ഫീലിംഗ് അതൊരു ബാഡ് ആയിട്ടുള്ള ഫീലിംഗ് തന്നെയാണ്. ഫെയിലിയർ ടു സാറ്റിസ്ഫൈ ദീസ് നീഡ്സ് ക്യാൻ ജനറേറ്റ് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ്. ഇങ്ങനെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ വരും. ഈ സ്റ്റാറ്റസ്, റെപ്യൂട്ടേഷൻ, പ്രസ്റ്റീജിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോഴാണ്. നിങ്ങള് ഏത് സിനിമയാണ് മൈ ബോസ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. അതില് മമതയും ദിലീപും അല്ലെ തേരായിട്ട് വരുന്നത്. അത് ഓക്കെ. മമതയുടെ അതേ ജോബ് പൊസിഷനിലുള്ള ഒരാളുണ്ട് ഇല്ലേ അതില് വില്ലനായിട്ട് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഏകദേശം അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ജോബും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടേണ്ട അല്ലെങ്കിൽ അദ്ദേഹത്തിനും കൂടി അവകാശപ്പെട്ട ഒരു ജോബ് പൊസിഷൻ അല്ലെങ്കിൽ പ്രൊമോഷൻ അദ്ദേഹത്തിന് കൊടുക്കാതെ മമതയ്ക്ക് കൊടുക്കണോ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് വന്ന പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായോ? അദ്ദേഹം ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ ക്യാൻവാസ് ചെയ്ത് മമതയ്ക്ക് മോശമായിട്ട് വളരെ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അത് ആ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് ആണ്. നമ്മള് ചില നീഡ്സ്, ഈ എക്സ്ട്രീം നീഡ്സ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ആ ഒരു പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ വരും. The teacher's attitude towards students should always be one of encouragement, appreciation, encouragement ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും കുട്ടികളോട് നമ്മൾ ടീച്ചേഴ്സിന്. For them, educating is a way of enhancing their family status. ഞാൻ കാര്യം പറയാം, എക്സ്പീരിയൻസ് ആണ്. എന്റെ വീടിന്റെ അടുത്ത് ഒരു ഫാമിലിയില് എന്നെക്കാളും മൂത്തതാണ്, 5 വയസ്സിനൊക്കെ മൂത്തൊരു ചേട്ടനാ. ആ ചേട്ടൻ 10th പാസ്സാവുമ്പോൾ മുതലാണ് ഞാനൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഒരു പാവം പഠിപ്പിക്കുഞ്ഞാണ്. ഒരു ഫാമിലി ഭയങ്കര പൂറായിട്ടുള്ള ഫാമിലിയാണ്. ഭയങ്കര പൂറെന്ന് വെച്ചാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഭയങ്കര പൂറ. ചെറിയ വീട്, പഴയ ഒരു ഓടിന്റെ വീട്. അമ്മ, ചേച്ചി, അനിയത്തിയാണ്. അനിയത്തി, ഈ ചേട്ടൻ അല്ല ചേച്ചിയാണ്, മൂത്തതാണ് പെൺകുട്ടി. പിന്നെ ഈ ചേട്ടൻ, അച്ഛൻ നേരത്തെ മരിച്ചു പോയേക്കാം. അപ്പോ ഈ ചേട്ടനെ, എന്നെ സംബന്ധിച്ച് ചേട്ടനാണ്. ഈ ചേട്ടനെ 10th മുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം 10th ഫുൾ A+ ആയിരുന്നു ചേട്ടന്. അപ്പോ ഒരുപാട് അവാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്താണ് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അത്രയും നാൾ അങ്ങനെ ഒരു വ്യക്തി ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഉണ്ടെന്ന് പോലും ആരും പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറെ ആൾക്കാർ ഇങ്ങനെ സഹായങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു. പിന്നെയും +1 +2 സയൻസ് ചേട്ടനെടുത്ത് പഠിച്ച്.
എന്ന് വെച്ചാല് പണ്ട് മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന ഒരാളാണ്. പക്ഷെ +1 +2 സയൻസ് എടുത്ത് പഠിച്ചു. സയൻസിലും അതേപോലെ തന്നെ ഫുൾ A+ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നീറ്റിന്റെ എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ, അതിന് വേണ്ടി പ്രിപ്പയർ ആയി. അപ്പോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പോസ്റ്റിങ്ങിനൊന്നും പോവാതെ പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ചേട്ടൻ പഴയ ബുക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് റെഫർ ചെയ്തൊക്കെ പഠിച്ചിരുന്നത്. പണ്ട് നീറ്റ് എക്സാമിന് വേണ്ടി ട്രൈ ചെയ്ത ചേട്ടന്മാരുടെ അടുത്ത് നിന്നൊക്കെ ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കുത്തിയിരുന്ന് പഠിച്ചു. ആദ്യത്തെ അറ്റംപ്റ്റിൽ കിട്ടിയില്ല എന്ന് തോന്നുന്നു. വീണ്ടും ട്രൈ ചെയ്തു. അപ്പോഴും ക്ലാസ്സിൽ പോകുന്നില്ല കേട്ടോ. 10th +2 കഴിഞ്ഞിട്ട് 2 വർഷം വീട്ടിൽ കുത്തിയിരുന്ന് പഠിച്ച് ആ ചേട്ടന് കിട്ടി MBBS. അപ്പോ അത് കഴിഞ്ഞിട്ട് ഗവൺമെന്റ് കോളേജിലാണ് കിട്ടിയത്. ഗവൺമെന്റ് കോളേജിൽ കിട്ടി. പിന്നെ വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആ ഒരു ഏരിയയിൽ തന്നെ അത്യാവശ്യം നല്ലൊരു പേര് കേട്ട ഡോക്ടറാണെന്ന്. അത്യാവശ്യം നല്ല വീടും കാര്യങ്ങളൊക്കെ ആയി. കാറ് വാങ്ങിച്ച് അത്യാവശ്യം പെട്ടെന്നാണ് മാറ്റം തന്നെ. അപ്പൊ ഒരു വ്യക്തിയുടെ ലൈഫിൽ എഡ്യൂക്കേഷൻ വന്നൊരു മാറ്റാണ്. ഇപ്പൊ പെങ്ങളൂട്ടി എന്ന് പറഞ്ഞില്ലേ, ചേച്ചി എന്ന് പറഞ്ഞില്ലേ, ആ ചേച്ചി ഈ ചേട്ടൻ പഠിച്ചിരുന്ന സമയത്ത് സെയിൽസ് ഗേൾ ആയിട്ട് പോയിരുന്നതാ. ഞങ്ങളുടെ വീടിന്റെ അടുത്തല്ല, കുറച്ച് പോണം. അവിടെ ഒരു ടെക്സ്റ്റൈൽസിന്റെ സെയിൽസ് ഗേൾ ആയിട്ടാ പോയിരുന്നത്. സോ ആ ഒരു പൈസയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോ ഗവൺമെന്റ് കോളേജാണെന്ന് പറഞ്ഞാലും അതിൻ്റെതായ ഫീസും കാര്യങ്ങളൊക്കെ അടയ്ക്കണം. അതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു. അമ്മ ചെറിയൊരു ജോലിക്ക് വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടില് ജോലിക്ക് വേണ്ടി പോയതാണ്. സെയിൽസ് ഗേൾ ആയിട്ട് പെങ്ങളും പോയി. അങ്ങനെ കുറെ പൈസ ഒപ്പിച്ച് ഈ ചേട്ടനെ പഠിപ്പിച്ച് ആ ചേട്ടന്റെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ ആ ഫാമിലിയുടെ തന്നെ തലവര മാറി. ഒരു എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആ ഫാമിലിയുടെ സ്റ്റാറ്റസ് തന്നെ ഇംപ്രൂവ് ചെയ്യും അല്ലെ. ഡോക്ടർ അവിടെ ഫുൾ ഒരു കുറെ സ്ഥലം വാങ്ങിച്ചിട്ട് അടുത്തൊരു വീടൊക്കെ പണിതിട്ട് സെറ്റാണ് അവര്. ഞാനൊക്കെ കണ്ട സമയത്ത് എന്ന് വെച്ചാല് എല്ലാവരും പുച്ഛിക്കപ്പെട്ട പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല, പാവപ്പെട്ട വീട്ടിലെ പിള്ളേര് പഠിച്ചിട്ട് എന്തിനാ, ഒന്നിനും ഇല്ല എന്നുള്ള രീതിയിലുള്ള ചിന്തയൊക്കെ മാറി ആ ഒരു എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഒരു ഫാമിലിയുടെ സ്റ്റാറ്റസ് തന്നെ മാറാനായിട്ട് കാരണമായി. അപ്പൊ മാസ്ലോ ബിലീവ് ദാറ്റ് എനഫ് ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് എക്സ്ട്രീം നീഡ്സ് ലെസൺ ദ ഡോമിനേറ്റിംഗ് ഫോഴ്സ് ഇൻ എ പേഴ്സൺസ് ലൈഫ്. അപ്പൊ ഈ എക്സ്ട്രീം നീഡ്സ് എന്ന് പറയുന്നത് അത് നേടിയെടുക്കുക എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഡോമിനേറ്റിംഗ് ഫോഴ്സ് ആണ്, അവനെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ഫോഴ്സ് ആണ്. ദിസ് മേക്ക് ഹിം മൂവ് ഇൻ എ ഡയറക്ഷൻ ഓഫ് സെൽഫ് ആക്ച്വലൈസേഷൻ. ഈ ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക് നമ്മളെ മൂവ് ചെയ്യുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ ഇസ് എ വെരി കോംപ്ലിക്കേറ്റഡ് നീഡ്. സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നീഡാണ്. ഞാൻ പറയുന്നത് വളരെ ഇഷ്ടമുള്ള നീഡാണ്, കോംപ്ലിക്കേറ്റഡ് ആകുന്നുള്ളൂ. It is also described as the need for self-expression and self-realization. ഈ നീഡ് എന്ന് പറയുന്നത് നമ്മൾ ആരായി തീരണം, സെൽഫ് എക്സ്പ്രഷൻ, നമ്മൾ ആരായി തീരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ സെൽഫ് റിയലൈസേഷൻ, നമ്മൾ ആരാണ് എന്ന് തീരുമാനിക്കുന്നതാണ്. ആ ഒരു നീഡാണ് ഈ ഒരു നീഡ്. ഭയങ്കര മനോഹരമായിട്ടുള്ള നീഡാണ്. ഇറ്റ് ഇസ് മൂവിങ് ടുവേഴ്സ് പെർഫെക്ഷൻ വിച്ച് മീൻസ് ഫുൾഫില്ലിംഗ് വൺസ് ഇൻഡിവിജ്വൽ നേച്ചർ ഇൻ ഓൾ ഇറ്റ്സ് ആക്സെപ്റ്റ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയിലേക്ക് പൂർണ്ണത എത്തിക്കുന്ന, പെർഫെക്റ്റ് ആകുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് പറയുന്നത്. എവറി ഇൻഡിവിജ്വൽ ഈസ് പ്രോൺ ടു തിങ്ക് ദാറ്റ് ദർ ഈസ് സംതിങ് ഫോർ വിച്ച് ഹി ഹാസ് ബീൻ ബെസ്റ്റ് സ്യൂട്ടഡ്. നമ്മൾ ഓരോ വ്യക്തിക്കും അറിയാം ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നതിലായിരിക്കും ഏറ്റവും സ്യൂട്ട് ആയിരിക്കുന്നത്. ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തുന്ന ആ ഒരു സ്റ്റേജ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ. The need for self-actualization should be adjusted to the pupil's total environment. നമ്മളൊരു കുട്ടീനെ സംബന്ധിച്ച് അവന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത് അവന്റെ എൻവയോൺമെന്റ് ആയിട്ട് അഡ്ജസ്റ്റഡ് ആണ്. ഹിസ് കപ്പാസിറ്റി, അദ്ദേഹത്തിന്റെ കഴിവ്, ആൻഡ് ഓപ്പർച്യൂണിറ്റി ഫോർ സെൽഫ് എക്സ്പ്രഷൻ, ഓരോ കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ ഓപ്പർച്യൂണിറ്റി, ഇതെല്ലാം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലേക്ക് എത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. Recognition in school work makes the school world pleasant. The pupils show advancement in their skill. കുട്ടികളെ റെക്കഗ്നൈസ് ചെയ്യുക, ഓരോ കാര്യങ്ങൾക്ക് അവർക്ക് പ്രൈസ് നേടുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ള ഫീലിംഗ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കുട്ടികളെ സംബന്ധിച്ച്. In the words of Dr. Radhakrishna, for the thinking minds to blossom, for the arts and science to flourish, the first necessary condition is a well-settled society provided with security and leisure. ഏതൊരു സൊസൈറ്റിയിലാണോ സെക്യൂരിറ്റിയും ലെക്ഷറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്, ആ ഒരു
സൊസൈറ്റി ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. സംതിങ് ദ ഹൈ എക്സ്പെക്ടേഷൻ ഓഫ് ദ പാരന്റ്സ് ആൻഡ് ടീച്ചേഴ്സ് പ്രൊവൈഡ് എ സ്റ്റിമുലന്റ് ടു ഹൈ പെർഫോമൻസ്. അപ്പൊ നമ്മൾ ടീച്ചേഴ്സിന്റെയും പാരന്റ്സിന്റെയും ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഒരുപാട് സ്റ്റാൻഡേർഡ്സ് നമ്മുടെ കുട്ടികൾക്ക് ഫിക്സ് ചെയ്യരുത്. എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന കാര്യത്തിലായാലും എന്തിലായാലും ഒത്തിരി സ്റ്റാൻഡേർഡ്സ് നമ്മൾ അവർക്ക് വേണ്ടി ഫിക്സ് ചെയ്യരുത്. നമ്മൾ ഓവർ എക്സ്പെക്ടേഷനും പാടില്ല. അവര് എന്താവണം എന്ന് ആഗ്രഹിക്കുന്നു അത് അവരായിത്തീരട്ടെ, അല്ലെ? അവരുടെ ആഗ്രഹത്തിന് വിട്ടേക്ക്. എപ്പോഴും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും മാത്രം മതിയോ ഈ ലോകത്ത്? വേണ്ടാലോ. ഒരുപാട് കലാകാരന്മാരും പാട്ടൊക്കെ പാടുന്ന ഒരുപാട് ആൾക്കാരൊക്കെ വേണ്ടേ? അപ്പൊ അവരുടെ കഴിവ് എന്താണോ, ഓരോരുത്തർക്കും പല കഴിവാണ്. നമ്മുടെ ഭൂമിയിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ഇൻഡിവിജ്വലിനും എൻ്റയർലി ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചില്ലേ? എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ്. സോ അവരുടെ കഴിവിനനുസരിച്ച് അവർ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ വൈൻഡപ്പ് ചെയ്യാണ്. വളരെ മനോഹരമായിട്ടുള്ള ചാപ്റ്റർ ആണ്. ബോറൊന്നും അടിച്ചില്ല എല്ലാവർക്കും? ക്ലാസ് ആയപ്പോ ഇല്ല? ഓക്കെ, താങ്ക് യു. അപ്പോ ഞാൻ വിചാരിച്ചു ഇന്നും കൂടി ഒരു ഹാഫ് അവർ കൂടി എക്സ്റ്റെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് എടുത്തത്. പക്ഷെ കംപ്ലീറ്റ് ആയി. അപ്പോ എല്ലാവരും നല്ല രീതിയിൽ റീഡ് ചെയ്യുക. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ്, ഫസ്റ്റ് എയ്ഡ്, പിന്നെ ഞാൻ എടുത്ത ചാപ്റ്റർ ആണ് ചൈൽഡ് വെൽഫെയർ. 3 ചാപ്റ്റേഴ്സ് ആണ് ആദ്യത്തെ പാർട്ടിൽ എടുത്തിരിക്കുന്നത്. ദെൻ യൂണിറ്റ് പാർട്ട് 2 യൂണിറ്റ് 1, 3 ലാംഗ്വേജ് ഡെവലപ്മെന്റ് നീഡ്സ്. 4 ചാപ്റ്റേഴ്സ് ആണ് പാർട്ട് 2 എടുത്തിരിക്കുന്നത്. നന്നായിട്ട് നോക്കാം കേട്ടോ. ക്ലാസ് എടുത്ത മിസ്സിന് താങ്ക് യു. ഞാൻ ഇത്ര നേരം അകത്തായിരുന്നു, ഇപ്പൊ ആള് വന്നോണ്ട് പുറത്തിറങ്ങിയതാ. ഓക്കെ, താങ്ക് യു മഞ്ജു. താങ്ക് യു ഓൾ. എല്ലാവരും എക്സാം എഴുതാം. ടെൻഷനൊക്കെ മാറ്റി വെച്ചിട്ട് തന്നെ എക്സാം എഴുതാം. ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഫുള്ളായിട്ട് തന്നെ എക്സാം എഴുതാം. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ അഭിപ്രായങ്ങൾ പറഞ്ഞാൽ മതി. ഒരു ടേം എക്സാം അല്ലേ, നിങ്ങളെ ഒന്ന് പ്രിപ്പയർ ആക്കുന്നതാണ്. മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങളെ പ്രിപ്പയർ ആക്കുന്ന ഒരു എക്സാം ആണ്. അപ്പോ നിങ്ങൾ ഓക്കെ ആയിട്ട് എഴുതാട്ടോ. ബെസ്റ്റ് വിഷസ് ആണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you so much, ma'am. Thank you, ma'am. Thank you.